ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിന്റെ അക്രമം, തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയാ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെന്റിന്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല. പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നവനാ ഞാൻ. ഇവിടെയാണ് എന്റെ കത്രിക പൂട്ടിട്ട് കൂട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എന്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം